ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഭഗവത്ഗീത അതിൻ്റെ 18-ാം അധ്യായത്തിലേക്ക് 18-ാം പടി നമ്മൾ 18-ാം പടി ചവിട്ടുകയാണ്. 18-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു. കഴിഞ്ഞ 198 ദിവസങ്ങളെ കൊണ്ട് ഗീതയുടെ 17 അധ്യായങ്ങളെ നമ്മൾ പൂർത്തീകരിച്ചു. ഒരു വലിയ ബൃഹത്തായ യജ്ഞം. അപ്പോൾ ഈ അധ്യായം സന്യാസയോഗം അല്ലെങ്കിൽ മോക്ഷസന്യാസ യോഗം ഇങ്ങനെയുള്ള പേരുകളെ കൊണ്ടൊക്കെയാണ് ഈ അധ്യായം അറിയപ്പെടുന്നത്. 18-ാം അധ്യായത്തിൻ്റെ ഒരു പ്രത്യേകത, കഴിഞ്ഞ 2-ാം അധ്യായം സാംഖ്യയോഗം മുതൽ തുടർന്നു വരുന്ന തൊട്ടു മുമ്പ് 17-ാം അധ്യായത്തിലെ ശ്രദ്ധാത്രയ വിഭാഗ യോഗം എന്ന അധ്യായം വരെ എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയപ്പെട്ടിട്ടുണ്ടോ അതിനെയെല്ലാം തന്നെ സംഗ്രഹിച്ച് വ്യക്തമായി അതിനൊരു അടിത്തറ പാകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ്. മുമ്പ് പറയപ്പെട്ട ആശയങ്ങളെ തന്നെ കുറേയും കൂടെ അതിനൊരു വ്യക്തതയുണ്ടാക്കും. പുതിയൊരു മാനങ്ങളൊക്കെ നൽകി അതിനെ അങ്ങോട്ട് നമ്മൾ ഫിക്സ് ചെയ്യുക എന്ന് പറയുമല്ലോ, അതുപോലെ ഉറപ്പിക്കുക. അതാണ് ഈ അധ്യായത്തിൻ്റെ പ്രത്യേകത. അസിയുടെ തത് ത്വം അസി എന്ന് പറയുന്ന അസി അതായിത്തീരുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയും കൂടിയാണ്. അപ്പോൾ ഈ അധ്യായം ആരംഭിക്കുന്നത് അർജുനൻ്റെ ചോദ്യത്തോടു കൂടിയാണ്. അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നു. അർജുന ഉവാച സന്യാസസ്യ മഹാബാഹോ തത്വമിച്ഛാമി വേദിതും ത്യാഗസ്യ ച ഹൃഷീകേശ പൃഥക് കേശി നിഷൂദന. അർജുന ഉവാച, അർജുനൻ ചോദിച്ചു ഭഗവാനോട്. എന്താണ്? 2 സംബോധനകളാണ്, 2 പേരുകളാണ് അർജുനൻ ഭഗവാനിവിടെ വിളിക്കുന്നത്, സംബോധന ചെയ്യുന്നത്. കേശി നിഷൂദന, ഹേ ഹൃഷീകേശ. കേശി നിഷൂദനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേശി എന്ന അസുരനെ നിഗ്രഹം ചെയ്തവനാണ്. അതുപോലെ ഹൃഷീകേശ ഋഷീകങ്ങളുടെ ഈശനുമാണ്. ഋഷീകം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ. ആരാണ് അസു? അസു പ്രാണേഷു ഇന്ദ്രിയേഷു രമന്തേ ഇതി അസുര. ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളും സത്യമെന്ന് കരുതി അതിൽ അഭിരമിക്കുന്നവനെയാണ് അസുരൻ എന്ന് പറഞ്ഞത്. അത് നമ്മുടെ ഒരവസ്ഥയാണ്. ആ അവസ്ഥയെ നിഗ്രഹിക്കുന്ന ആളാണ് യഥാർത്ഥത്തിലെ കേശി നിഷൂദനൻ, ഭഗവാൻ. ഈ 2 സംബോധനകളും അർജുനൻ ഭഗവാനെ ഈ 2 പേര് ചൊല്ലി വിളിക്കുന്നത് വളരെ അന്വർത്ഥമായിട്ടുള്ള ഒന്നാണ്. കൂടാതെ ഒരു വിളിയും കൂടെ ഉണ്ട്, 3 പേരുണ്ട് വേണമെങ്കിൽ. സ്ഥിരം തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ പരസ്പരം വിളിക്കാറുള്ള മഹാബാഹു, വലിയ കൈകളൊക്കെ ഉള്ള ഭഗവാനെ. 3 പേരുകളാണ്. എന്താണ് അർജുനൻ അറിയാൻ ആഗ്രഹിക്കുന്നത്? സന്യാസത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും തത്വം, അതിൻ്റെ തത്വത്തെ പൃഥക് വേദിതും ഇച്ഛാമി, വെവ്വേറെ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കിതിനെ വേറെ വേറെ തന്നെ, എന്താണ് ത്യാഗം, എന്താണ് സന്യാസം,
ഇവിടെ സന്യാസത്തിൻ്റെ വിവരണം ഭഗവാൻ നൽകാൻ പോവുക. അപ്പോൾ നമ്മളിവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ഇത് മുൻ അധ്യായങ്ങളിൽ എന്തൊക്കെയാണോ പറയപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ ഒരു സ്ഥിരീകരണവും തുടർച്ചയും, അല്ലെങ്കിൽ മുൻപ് പറയപ്പെട്ടിട്ടുള്ളതിനെ ഒന്നുകൂടെ അസന്നിഗ്ധമായി ഉറപ്പിക്കുകയുമാണ്. അപ്പോൾ ഈ അവസാനം 18-ാം അധ്യായത്തിൽ നമുക്കത് ഇളക്കമില്ലാത്ത അറിവായിട്ട് ഉറയ്ക്കണം. ഈ സന്യാസം എന്ന ശബ്ദം 18-ാം അധ്യായത്തിലാണോ ആദ്യമായിട്ട് അവതരിപ്പിച്ചത്? അർജുനൻ ചോദിക്കുന്നതിലൂടെ അല്ല, അർജുനൻ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അത് അർജുനൻ എപ്പോഴാണ് ചോദിച്ചത്? 5-ാം അധ്യായത്തിൽ. നിങ്ങൾ 5-ാം അധ്യായം എടുത്തു വേണമെങ്കിൽ തുറന്നോളൂ. ആ 5-ാം അധ്യായത്തിൻ്റെ പേര് തന്നെ എന്താണ്? കർമ്മസന്യാസ യോഗം എന്നാണ്. ആ അധ്യായത്തിൻ്റെ ആരംഭം അർജുനൻ്റെ ചോദ്യത്തോടു കൂടിയാണ്. എന്താ അധ്യായത്തിൽ അർജുനൻ ചോദിച്ച ചോദ്യം എന്താണ്? ഗീതാപുസ്തകം വെച്ചിട്ടാണ് നിങ്ങളിത് കേൾക്കുന്നതെങ്കിൽ വളരെ നല്ലതാണ്. 5-ാം അധ്യായം തുറക്കുക. ഇതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള പഠനമാണ്. നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യുന്നതാണിത്. ഈ ഒരു സീരീസ് ഒരു റെഫറൻസായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നമുക്കും അതെ. അതുകൊണ്ട് നമുക്കിത് വളരെ ഗുണപരമായി തീർന്നിട്ടുള്ളതാണ്. നമ്മുടെ സ്വാധ്യായം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആശ്രമത്തിൽ പഠിച്ചു കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പം നമ്മൾ എടുക്കുന്ന ഓത്തുണ്ട്, പ്ലഡ്ജ് ഉണ്ട്. അതിലെ ഒന്ന് ഇതാണ്: സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമതിതവ്യം. സ്വാധ്യായവും പ്രവചനവും, പഠിച്ചത് വീണ്ടും അധ്യയനം ചെയ്യുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നതിൽ നിന്ന് വിമുഖത കാണിക്കരുത് എന്നതാണ്. അപ്പം അതുകൊണ്ട് ഇതൊരു നമ്മുടെ ദൗത്യവും കൂടിയാണ്. അപ്പോൾ അതിന് നിങ്ങൾ കാരണക്കാരായി എന്നുള്ളത് വളരെ വേറൊരു പ്രധാനം. അല്ലെങ്കിൽ നമ്മൾ എടുത്ത് സ്വന്തം നിലയിൽ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ കേൾക്കാൻ കുറച്ച് ആളുകളുണ്ട് എന്ന് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അതിലെ മനനവും കുറേയും കൂടെ ആഴത്തിലേക്ക് പോകും. അപ്പോൾ 5-ാം അധ്യായം ആരംഭം, 5-ാം അധ്യായം പുസ്തകം എടുത്തിട്ടുണ്ടെങ്കിൽ തുറന്നു നോക്കിയാൽ അതിൽ കാണാം. അർജുന ഉവാച. എന്താ അർജുനൻ്റെ ചോദ്യം? സന്യാസം കർമ്മണാം കൃഷ്ണ പുനർയോഗം ച ശംസസി യശ്രേയ ഏതയോരേകം തന്മേ ബ്രൂഹി സുനിശ്ചിതം. അപ്പം അതിനു മുമ്പ് തന്നെ സന്യാസ ശബ്ദം വന്നിട്ടുണ്ട്, അർജുനൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ചോദ്യമായിട്ട് അർജുനൻ ചോദിച്ചത് എന്താ? ഭഗവാനെ, അങ്ങ് ഈ കർമ്മണാം സന്യാസം, കർമ്മങ്ങളുടെ സന്യാസത്തെയും അതുപോലെ തന്നെ പുനഃ യോഗം ച ശംസസി, അങ്ങ് യോഗത്തെക്കുറിച്ച് അങ്ങ് നിഷ്കാമ കർമ്മമായിട്ടുള്ള യോഗത്തെ അങ്ങ് പ്രശംസിക്കുന്നു. അപ്പോൾ ഇതിലേതാണ് യത് ശ്രേയ, ഏതാണ് ശ്രേയസ്കരം? തത് ഏകം, അത് ആ ഒന്നിനെ എനിക്ക് പറഞ്ഞു തന്നാലും എന്ന് അവിടെ അർജുനൻ ഭഗവാനോട് ചോദിച്ചിട്ടുണ്ട്. അവിടെ ഭഗവാൻ അതിന് ഉത്തരവും നൽകി. എന്തായിരുന്നു ഭഗവാന്റെ ഉത്തരം? സന്യാസ കർമ്മയോഗശ്ച നിശ്രേയസകരാവുഭൗ തയോസ്തു കർമ്മസന്യാസാത് കർമ്മയോഗോ വിശിഷ്യതേ ജ്ഞേയസ നിത്യസന്യാസി യോന ദ്വേഷ്ടി ന കാംക്ഷതി നിർദ്ദന്ദോ ഹി മഹാബാഹോ സുഖം ബന്ധാത് പ്രമുച്യതേ ഇത്യാദി വളരെ വിസ്തരിച്ച് തന്നെ 5-ാം അധ്യായം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടെ ഭഗവാൻ എന്താ പറഞ്ഞത്? സന്യാസ കർമ്മയോഗ, സന്യാസവും കർമ്മയോഗവും ഉഭൗ നിശ്രേയസകരവും, രണ്ടും മോക്ഷദായകങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് അർജുന, അതിൽ തർക്കമില്ല. എന്നാൽ തയോഹോ, അതിൽ കർമ്മയോഗ തു, കർമ്മയോഗം എന്നത് കർമ്മസന്യാസ, കർമ്മത്തെ ഉപേക്ഷിക്കുക. ഈ അർജുനൻ 5-ാം അധ്യായത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള ഉപേക്ഷയാണ് സന്യാസം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെയും ഭഗവാൻ അവിടെ ആ ഉത്തരം പറഞ്ഞത്. കർമ്മസന്യാസം, കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നതിലൂടെ, ന്യസിക്കുന്നതിലൂടെ
അല്ലെങ്കിൽ കർമ്മസന്യാസത്തേക്കാൾ അത് വിശിഷ്ടമാണ്. ഏത്? കർമ്മയോഗം. അപ്പോൾ ഇവിടെ അർജുനൻ്റെ ചോദ്യം, ഞാനിത് രണ്ടും വേറിട്ടറിയാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഭഗവാൻ. അപ്പോൾ അർജുനന് മുമ്പ് 5-ാം അധ്യായത്തിൽ പറഞ്ഞു കൊടുത്തതിൻ്റെ ധാരണ നല്ലോണം ഉള്ളിലുണ്ട്. ഇനി എന്നെ ആ ട്രാപ്പിലാക്കരുത് എന്നുള്ളത് കൊണ്ടാണ് അർജുനൻ എന്തു പറഞ്ഞത്? ഇവിടെ സന്യാസസ്യ ത്യാഗസ്യ എന്നുള്ളതിനിവിടെ ന്യസിക്കുന്നതിൻ്റെ ഒരേ അർത്ഥമാണ്. അപ്പം സന്യാസത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും രണ്ടും പൃഥക് വേദിതും അഹമിച്ഛാമി, രണ്ടും ഞാൻ വെവ്വേറെ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനി അർജുനന് അവസരവുമില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഒരു കലാശക്കൊട്ടും കൂടെയാണ്. ഭഗവാൻ എത്രയോ ഇടത്തത് പറഞ്ഞിട്ടുണ്ട്. മൈ സർവാണി കർമാണി സന്യസ്യ. അങ്ങനെ അനേകം ഇടത്ത് ഈ ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെ പല ആവർത്തി ഇത് കേട്ട് വന്നിട്ടുള്ള ഒരാൾക്ക് ഇവിടെ എത്തിക്കഴിയുമ്പം ഭഗവാൻ അതിന് ഒരു എന്താ പറയുക അടിത്തറയുണ്ടാക്കുന്നു. ഇതിനെ കൃത്യമായി സന്യാസത്തിന് നിർവചനം നൽകുന്നു. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നതിൽ സാധാരണക്കാരായിട്ടുള്ള നമ്മളെ സംബന്ധിച്ച് തടസ്സങ്ങളായിട്ടുള്ളത് എന്തൊക്കെയാണ്? സന്യാസം എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എന്താണ്? ചില ചിഹ്നങ്ങളാണ്. അത് രുദ്രാക്ഷം, കാവി, താടി, പിന്നെ പേര്, ഒരു പ്രത്യേക രൂപം, ഇതൊക്കെയാണ്. അതെല്ലാം നിങ്ങൾ മനസ്സിൽ നിന്ന് മാറ്റിക്കോളൂ. അതിനൊന്നും ഗീത പറയുന്ന സന്യാസത്തിന് ഒരു ബന്ധവുമില്ല. അപ്പം അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം സന്യാസ സമ്പ്രദായം, ദശനാമി സന്യാസം, പല സന്യാസത്തിന് സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട്. അത്തരം കാര്യങ്ങളാണോ ഇവിടെ ചർച്ച ചെയ്യുന്നത്? അതല്ല ഇവിടുത്തെ ചർച്ചാ വിഷയം. ഇവിടെ പറയുന്ന സന്യാസത്തിന് ഏതെങ്കിലും പേരുമായിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും കാഷായത്തിൻ്റെ ഏതെങ്കിലും നിറങ്ങളായിട്ട്, കാഷായത്തിന് തന്നെ പലതര കാഷായമാണല്ലോ, കാഷായാംബര ബഹുകൃതവേഷ എന്നാണ്. അതൊന്നുമായിട്ട് ഇതിന് ബന്ധമില്ല. അപ്പം ഭഗവത്ഗീത ഈ സന്യാസത്തിന് മാത്രമല്ലേ, യാഗം, യജ്ഞം, ദാനം, തപസ് തുടങ്ങിയിട്ടുള്ള നമ്മൾ ഈ ആധ്യാത്മികതയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്ന എല്ലാ ശബ്ദങ്ങൾക്കും ഒരു നല്ല കൃത്യമായ വിവരണം നൽകിയിട്ടുള്ള ഗ്രന്ഥമാണ്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ഇതൊക്കെ ഉൾക്കൊള്ളുന്നതെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മളെ ഒരാൾക്കും തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റില്ല, മറ്റു തെറ്റിദ്ധാരണയ്ക്ക് നമ്മൾ വശംവദരാകില്ല. അതാണ് ഗീത നൽകുന്ന ഒരു ക്ലാരിറ്റി എന്ന് പറയുന്നത്. അതാണ് ഗീതയിലൂടെയാണ് നമ്മൾ ഈ ആധ്യാത്മിക മാർഗത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു കുഴിയിൽ പതിക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾ പല പല സംശയങ്ങളിലും അതിലും ഇതിലൊക്കെ പെട്ട് അത് ചെയ്യാമോ ഇത് ചെയ്യാമോ, വെള്ളിയാഴ്ച അങ്ങോട്ട് തിരിയാമോ, ശനിയാഴ്ച നഖം മുറിക്കാമോ, ഇങ്ങനെയുള്ള ഓരോ പൊട്ടത്തരങ്ങളിൽ അഭിരമിക്കുന്നവരായിത്തീരും. അതുകൊണ്ടാണ് ഈ ഗീതാ മാഹാത്മ്യം പറയുമ്പോൾ പറയും, ഗീതാജ്ഞാനം ഉപാശ്രിത്യ ത്രീൻ ലോകാൻ പാലയാമ്യഹം എന്ന്. മാഹാത്മ്യത്തിൽ പറയുന്നതാ, ഗീതാജ്ഞാനത്തെ ആശ്രയിച്ചിട്ടാണ് ഞാൻ 3 ലോകങ്ങളെ പരിപാലിക്കുന്നത്. ഗീതയിൽ തന്നെ ഭഗവാൻ പറയുന്നത് എന്താ? സ്വൽപ്പം അപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത് എന്ന. അസ്യ ധർമ്മസ്യ സ്വൽപ്പമപി ത്രായതേ മഹതോ ഭയാത്. ഏറ്റവും വലിയ ഭയത്തിൽ നിന്ന് നമ്മളെ താരണം ചെയ്യിക്കാൻ പര്യാപ്തമായിട്ടുള്ളതാണ് ഈ ജ്ഞാനം. അതിലാണ് നമ്മൾ എന്ത് വേണ്ടത്? ശ്രദ്ധയൂന്നേണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത്, നഹി ജ്ഞാനേന സദൃശം പവിത്രം ഇഹ വിദ്യതേ.
ജ്ഞാനത്തിന് സദൃശമായി പവിത്രമെന്നെണ്ണാൻ ഈ ലോകത്ത് മറ്റൊന്നും തന്നെ ഇല്ല. നമ്മളിതൊക്കെ ചെറിയ ക്ലാസ്സിൽ കോപ്പിയൊക്കെ എഴുതുന്നതാ, വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നൊക്കെ. ഏതാണ് വിദ്യ? അറിയേണ്ടതിനെ അറിയുക. അപ്പം ഇവിടെ സന്യാസത്തിന് ഒരു സന്യാസ ശബ്ദത്തെ ഭഗവാൻ നിർവചിക്കുന്നു. അപ്പോൾ മറ്റ് സന്യാസിമാർ, ഇപ്പം നമ്മൾ സന്യാസിയാണ്, അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ സിമ്പിളാണത്. നിങ്ങൾ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അതിന് കുഴപ്പമൊന്നുമില്ല. അതും നിങ്ങൾക്കിത് തിരഞ്ഞെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു എൻജിനീയർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾക്കൊരു എൻജിനീയർ ആവണം, ഒരാൾക്ക് ഡോക്ടർ ആവണം, ഒരാൾക്ക് അഡ്വക്കേറ്റ് ആവണം. ഓരോരോ പ്രൊഫഷനിൽ അവർക്ക് എത്തിച്ചേരണം എന്നവർ ആഗ്രഹിക്കുന്നു. അതിനെന്ത് വേണം? ബേസിക് ആയിട്ടുള്ള പഠനങ്ങൾ ആവശ്യമാണ്. ഇപ്പോൾ ഡോക്ടർ ആകേണ്ട ഒരാൾക്ക് പഠിക്കണം. +2 സയൻസിൽ ഇത്ര മാർക്ക് വേണം, അത് വാങ്ങി എൻട്രൻസ് പാസ്സാവണം. എന്നിട്ട് തുടർന്നുള്ള 4-5 വർഷത്തെ പഠനങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം പൂർത്തീകരിച്ച് നമുക്കറിയാം അതിൻ്റെ ആ വഴികൾ. അഡ്വക്കേറ്റ്, എൻജിനീയർ, ഈ തസ്തികകൾ, ഇതിലൊക്കെ ഈ പ്രൊഫഷനിലൊക്കെ എത്തുന്നത് ഇങ്ങനെയാണ്. അതുപോലെ സന്യാസി എന്ന് പറയുന്ന ഒരു സ്പിരിച്വൽ ടീച്ചർ എന്ന് പറയുന്ന ഒരു പ്രൊഫഷനുണ്ട്. അതൊരു ഓർഗനൈസേഷൻ്റെ ഒക്കെ ഭാഗമായി, ഇപ്പോൾ ചിന്മയ മിഷൻ, രാമകൃഷ്ണ മിഷൻ, സ്പിരിച്വൽ ഓർഗനൈസേഷനാണ്. അവിടെയൊക്കെ എന്തുണ്ട്? ശ്രീനാരായണ ഗുരുകുലം, നമ്മുടെ ശിവഗിരി മഠം, ഇവിടെയൊക്കെ ഈ സ്ക്രിപ്ചേഴ്സിൻ്റെ പഠനമുണ്ട്. അതിനൊരു രീതിയുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചത് ചിന്മയ മിഷനിലാണ്. അപ്പോൾ അവിടെ അതിന് ഈ കോഴ്സിന് പറയുക ബ്രഹ്മചാരി കോഴ്സ് എന്നാണ്. അപ്പോൾ അതിന് ഒരു ക്രൈറ്റീരിയ ഉണ്ട്, അതിൽ തിരഞ്ഞെടുക്കുന്നവർ എങ്ങനെയുള്ളവരായിരിക്കണം എന്ന്. അപ്പോൾ അവിവാഹിതരായിട്ടുള്ള, ഇത്ര പ്രായം കഴിയാത്ത ചെറുപ്പക്കാരെ അതിലേക്കായിട്ട് ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ട്. ഇൻ്റർവ്യൂവിൽ ചോദിക്കും എന്താ ഉദ്ദേശം, ഇതിനാണ് അറിയണമല്ലോ. അമ്മയുടെയൊക്കെ സമ്മതപത്രം. അങ്ങനെ എന്തിനാണ് അവിടെ ചേരുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ സന്യാസിയാവാനാണെന്ന് പറഞ്ഞാൽ പൊയ്ക്കോ എന്ന് പറയും. സന്യാസിയാവാനുള്ള പഠനമല്ല, മറിച്ച് ഈ ശാസ്ത്രങ്ങൾ പഠിക്കുക. അതിനാദ്യത്തെ അതിന് ബ്രഹ്മചര്യം എന്നാണ് പറയുക. ബ്രഹ്മചാരി എന്നായിരിക്കും പേര്. നമ്മുടെ ആദ്യത്തെ പേര് ബ്രഹ്മചാരി സന്ദീപ് ചൈതന്യാണ്, ചിന്മയ മിഷനിൽ. അത് പിന്നീട് പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളൊരു മിഷണറി പ്രവർത്തനം, ഈ പഠിച്ചതൊക്കെ മറ്റുള്ളവരെ പഠിപ്പിക്കുക, സ്വയം. അവിടെ ഒരു കോഴ്സ് ഉണ്ട്, ഈ ശാസ്ത്രങ്ങളൊക്കെ പഠിപ്പിച്ചു തരും. വീട്ടിൽ നിന്ന് പോയി വൈകുന്നേരം വീട്ടിൽ, അങ്ങനെ നമ്മുടെ റെഗുലർ കോളേജ് സ്കൂളോ പോലെയല്ല, റെസിഡൻഷ്യലാണ്, ലോകവുമായിട്ടുള്ള ബന്ധമൊന്നും ഇല്ലാത്തതാണ്. അത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു പുതിയ നാമം തരും, പിന്നെ ഈ പ്രവർത്തിക്കുക. അങ്ങനെ പ്രവർത്തിച്ച് പിന്നീട് ഒരു 10 വർഷമൊക്കെ കഴിഞ്ഞാലാണ് സന്യാസം എന്ന് പറയുന്ന അടുത്ത സ്റ്റേജ്. അപ്പോൾ നാമത്തിലൊരു പേരിൽ ചെറിയൊരു വ്യത്യാസം, ചിലപ്പോൾ പൂർണ്ണമായിട്ട് മാറാം. അപ്പോഴാണ് ഈ ദശനാമിയിൽ ഗിരി, പുരി, വന, ആനന്ദ, സരസ്വതി, ഭാരതി, തീർത്ഥ, സാഗര, പർവ്വത ഇത്യാദി നാമങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ കാശികാനന്ദഗിരി സ്വാമികളിൽ നിന്ന് സന്യാസം സ്വീകരിച്ചതുകൊണ്ട്, സ്വാമിജി നിശ്ചയിച്ചൊരു പേരായതുകൊണ്ട് സ്വാമി സന്ദീപാനന്ദഗിരി. അപ്പോൾ നമ്മളെപ്പോലുള്ള സന്യാസിമാർ
ശരിക്കും സ്പിരിച്വൽ ടീച്ചേഴ്സാണ്, ധർമ്മപ്രചാരകന്മാർ എന്നൊക്കെ പറയും. അതല്ലാത്തവരെയും നിങ്ങൾക്ക് കാണാം. പ്രത്യേകിച്ച് പഠനമോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ വസ്ത്രം ഉണ്ടാവും, പേരുണ്ടാവും, ഓരോരോ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. അപ്പം ഇതിൽ തന്നെ ആളുകൾക്ക് വ്യക്തമായിട്ട് പലതും അറിയാത്തതുണ്ട്, പല പേരുകളുള്ളവരുണ്ട്. അപ്പം ആ ഒരു സന്യാസത്തെക്കുറിച്ചാണോ ഇവിടെ പറയുന്നത്? അല്ലേ അല്ല. അപ്പോൾ ഓൾറെഡി സന്യാസം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കുറേ ധാരണകളുണ്ട്. ആ സന്യാസത്തിനൊന്നും ഇവിടെ യാതൊരു പ്രസക്തിയുമില്ല. ഇവിടുത്തെ സന്യാസം സനാതനധർമ്മം മുന്നോട്ട് വയ്ക്കുന്ന ശരിയായ സന്യാസം. അതിന് ശങ്കര ഭഗവത്പാദർ പറയും, നതു വസ്ത്രം നതു മുണ്ടനം. വസ്ത്രം ധരിക്കലോ തലമൊട്ടയടിക്കലോ അല്ല ജ്ഞാനം സന്യാസ ലക്ഷണം. അപ്പോൾ ഭഗവത്പാദർ സന്യാസത്തിന് ലക്ഷണം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. തലമൊട്ടയടിക്കലും അല്ല, വസ്ത്രം ധരിക്കലും അല്ല. അറിവാണ് സന്യാസത്തിൻ്റെ ലക്ഷണം. എന്താണ് അറിവ്? അതൊക്കെയാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ അർജുനൻ ചോദിച്ച ചോദ്യം, സന്യാസത്തെക്കുറിച്ച് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു, ത്യാഗത്തെക്കുറിച്ച് ഞാൻ അറിയാൻ എങ്ങനെയാണ് ആഗ്രഹിക്കുന്നു, വെവ്വേറെ അറിയാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ഏതായാലും ഭഗവാൻ ഇവിടെ അസന്നിഗ്ധമായി സന്യാസത്തെ നിർവചിക്കുന്നു. നോക്കാം എന്താ ഭഗവാൻ പറയുന്നത്. ശ്രീ ഭഗവാനുവാച കാമ്യാനാം കർമ്മണാന്യാസം സന്യാസം കവയോ വിദുഃ സർവകർമ്മഫലത്യാഗം പ്രാഹു ത്യാഗം വിചക്ഷണാഃ. ഭഗവാൻ പൂർവസൂരികളായിട്ടുള്ള ഗുരുക്കന്മാരെ അനുസ്മരിച്ചുകൊണ്ടാണ് അർജുനന് മറുപടി കൊടുക്കുന്നത്. ശ്രീ ഭഗവാനുവാച, ഭഗവാൻ മറുപടി പറഞ്ഞു, കാമ്യാനാം കർമ്മണാന്യാസം സന്യാസം. കാമ്യാനാം, കാമ്യങ്ങളായ എന്ന് പറഞ്ഞാൽ ഫലേച്ഛയുള്ള, ഫലകാംക്ഷയോടു കൂടിയ, ആഗ്രഹത്തോടു കൂടിയിട്ടുള്ള, കർമ്മണ കർമ്മങ്ങളുടെ ന്യാസം ഉപേക്ഷയാകുന്നു സന്യാസം എന്ന് കവയഃ വിദുഃ, കവയഃ ക്രാന്തദർശികൾ, ജ്ഞാനികൾ അറിയുന്നു, പറയുന്നു അവരുടെ അഭിപ്രായം. അപ്പം എന്താണ് സന്യാസം? ഈ പറഞ്ഞ കാവി തുണി മേടിച്ച് ജുബ്ബ തയ്ച്ചോ പുതച്ചോ തടിച്ചോ കുറേ രുദ്രാക്ഷമാല അതിൻ്റെ മുകളിലിട്ടോ ഉള്ളിലിട്ടോ ഭസ്മം തലങ്ങും വിലങ്ങും പൂശിയോ തല മൊട്ടയടിച്ചോ അങ്ങനെ ഒരു ചിഹ്നത്തോടു കൂടി നടക്കുന്നതാണോ സന്യാസം? അല്ല. അപ്പോൾ ഈ ഗീത മുന്നോട്ട് വയ്ക്കുന്ന സന്യാസം നമ്മുടെയൊക്കെ ലക്ഷ്യമാണ്. ഇതാർക്കും സ്വീകാര്യമാണ്. ഇതിന് നിങ്ങൾ വിവാഹം കഴിച്ച ഭാര്യയെ ഉപേക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ സന്യാസത്തിന് നിങ്ങളൊന്നും ഉപേക്ഷിക്കേണ്ടതില്ല. മിഷണറി പ്രവർത്തകനാകാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അത് വേറെ നമ്മൾ പറഞ്ഞു. ഇവിടെ പറയുന്ന സന്യാസം ഉപേക്ഷിക്കേണ്ടത് എന്താണെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തെ സനാതനധർമ്മത്തിൽ പൂർവികർ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മുടെ തന്നെ ജീവിതത്തെ ഇന്നും അതെ 4ഒക്കെ തന്നെയാണ്. പക്ഷേ നമ്മൾ പറയുന്ന വാക്കുകൾ ഏറെക്കുറെ ഇതുപോലെയൊക്കെ തന്നെയാണ്. അതിലാദ്യത്തേത് എന്ന് പറയുന്നത് ബ്രഹ്മചര്യമാണ്. ഈ ബ്രഹ്മചര്യത്തിന് കാലയളവൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. പന്ത്രണ്ട് വയസ്സാവുമ്പം
ഗുരുകുലവാസം ചെയ്യണമെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത ഉപനിഷത്തിൽ, ചാന്തോക്യ ഉപനിഷത്തിൽ അത് വരും, തത്വമസി. ഇത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എടുക്കുന്നത് അതാണ്. കാരണം നമ്മൾ പറഞ്ഞു തത്വമസി മഹാവാക്യത്തിൻ്റെ വിസ്താരമാണ് ഭഗവത്ഗീത. അപ്പോൾ നമുക്ക് ആദ്യ ആ ഉപനിഷത്തിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ഇത് ഉറയ്ക്കും. അതിൽ പറയും, സഹ 12 വർഷം ഉപേത്തിയ, 12 വയസ്സായി കഴിഞ്ഞാൽ ബ്രഹ്മചര്യം ബ്രഹ്മചര്യം ശീലിക്കുക എന്ന് പറഞ്ഞാൽ ഗുരുകുലവാസത്തിന് പോവുക. എന്നിട്ടോ 24 വർഷാൻ അതീത്യ, 24 വയസ്സായാൽ അപ്പോൾ 12 വർഷം അവിടെ എന്താണ്, ബ്രഹ്മചര്യ ആശ്രമമാണ്. അപ്പം നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ബ്രഹ്മചര്യം എന്ന് പറയുന്നതാണ്. നമ്മുടെ ഇപ്പോഴത്തെ ആധുനിക ലോകവീക്ഷണത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ആദ്യത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് സ്റ്റുഡൻ്റ് എന്നുള്ള നിലയിലാണ്, വിദ്യാർത്ഥിനി ഉള്ളതാണ്. ആ എഡ്യൂക്കേഷൻ എടുക്കുന്ന സമയമാണ്. നമ്മൾ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിലും ആ ഒരു പ്രായം അതാണ് പണ്ടത്തെ ഒരു കണക്ക് വെച്ചിരിക്കുന്നത്. 24 ഇവൻ ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്ന്. പിന്നെ അവൻ ഗൃഹത്തിലേക്ക് പ്രവേശിക്കും. അപ്പോഴാണ് അവിടെ നമ്മുടെ 2ാമത്തെ ആശ്രമം തുടങ്ങുന്നത്. ആ 2ാമത്തെ ആശ്രമത്തിൻ്റെ പേരാണ് ഗൃഹസ്ഥാശ്രമം എന്നാണ്. അത് 24 വയസ്സ് മുതൽ തുടർന്നു വരുന്ന 24 വർഷം വരും. അപ്പോൾ ആ ആശ്രമത്തിലേക്ക് ഇവൻ പ്രവേശിക്കും. ബ്രഹ്മചര്യം പരിസമാപ്യ ഗൃഹീ ഭവേതുന, ഗൃഹത്തിലേക്ക് പ്രവേശിക്കാം എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥാശ്രമി ആവണം. അപ്പോൾ അവൻ്റെ അച്ഛനോ അടുത്ത ആശ്രമത്തിലേക്ക് പ്രവേശിക്കണം. അവൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം കാര്യങ്ങൾക്കൊക്കെ കൂടെ നിന്ന് റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത്. അതിനാണ് വാനപ്രസ്ഥം എന്ന് പറയുക. ഗൃഹീഭൂത്വ വനീ ഭവേത്. ഇവന് കുട്ടികളായി കഴിഞ്ഞാൽ ആ കുട്ടികൾ ഗുരുകുലത്തിലേക്ക് പോകുമ്പോൾ ഇവൻ്റെ അച്ചാച്ചൻ എന്ത് ചെയ്യും? അപ്പോൾ അയാൾ അടുത്ത സ്റ്റേജിലേക്ക് മാറണമെന്നാണ്. ഒരു മനോഹരമായ സമ്പ്രദായമാണ്. നമ്മളിപ്പോൾ വിദേശങ്ങളിലൊക്കെ യൂറോപ്പിലൊക്കെ പോയാൽ കാണാം, വളരെ സന്തോഷത്തോടു കൂടി അവർ ഈ റിട്ടയർമെൻറ്റ് വില്ലേജിലൊക്കെ പോകുന്നത്. അവിടെ കുറേ അവരുടേതായിട്ടുള്ള ആക്ടിവിറ്റികൾ ഉണ്ടാവും. ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേക്ക് ഈ കുട്ടികളൊക്കെ വരും. അല്ലാതെ അവരുടെ ബർത്ത്ഡേക്ക് വരും. ചില വിശേഷ ദിവസങ്ങളിലൊക്കെ വരും. പരാതിയോ പരിഭവമോ ഒന്നുമില്ല. അവർ ഇവിടെ അങ്ങനെ അവരുടെ സമാനമനസ്കരായിട്ടൊക്കെ ഇങ്ങനെ കഴിയുന്നുണ്ടാവും. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ 2ഓ 3ഓ വിവാഹം കഴിഞ്ഞിട്ടുണ്ടാവും. ഒക്കെ വളരെ രസമായിട്ടുള്ള ഒരു നമുക്ക് തോന്നുമ്പോൾ, നമുക്ക് ചിലപ്പോൾ കാണുമ്പോൾ അത് അഡ്മിറ്റ് ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഓരോന്നിനും ഓരോ സൗന്ദര്യമുണ്ട്. അപ്പോൾ ബ്രഹ്മചര്യം പരിസമാപ്യ ഗൃഹീ ഭവേത്, ഗൃഹീഭൂത്വ വനീ ഭവേത് എന്നാണ്. അടുത്ത ആശ്രമം വനമാണ് എന്ന് പറഞ്ഞാൽ റിട്ടയർമെൻറ്റാണ്. വനത്തിനെയാണ് വാനപ്രസ്ഥം എന്ന് പറയുക. അപ്പോൾ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം. പിന്നെ അതിൻ്റെ അടുത്തതാണ് വാനപ്രസ്ഥം കഴിഞ്ഞാലാണ് സന്യാസം എന്ന് പറയുന്നത്. ആ സന്യാസത്തെയാണ് ഇവിടെ പറയുന്നത്. അതെന്താണ്? കാമ്യാനാം കർമ്മണാന്യാസം. ഈ സന്യാസത്തിലാണ് നമ്മൾ നമ്മുടെ ശരീരത്തെ ഉപേക്ഷിക്കേണ്ടത്. സന്യാസം നമ്മളെ നല്ല പക്വമാക്കുന്നതാണ്. പാകപ്പെട്ട ഒരു പഴം പോലെയാണ്. ലോകമാകുന്ന ഞെട്ടിൽ നിന്ന് വിട്ടില്ല എന്നുള്ള മട്ടിൽ നിൽക്കുന്ന അവസ്ഥയാണ്. അതിനെയാണ് ശങ്കര ഭഗവത്പാദർ ഭജഗോവിന്ദത്തിൽ പരിഹാസ രൂപേണ വരയ്ക്കുന്നത്. ജഡിലോ മുണ്ടി ലുഞ്ചിത കേശ കാഷായാം ബഹുകൃതവേഷ. അതല്ല, വൃദ്ധോ യാതി ഗൃഹീത്വ ദണ്ഡ്. അതും നല്ലത് തന്നെ. അംഗം ഗളിതം ഫലിതം മുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം
വൃദ്ധോ യാതി ഗൃഹീത്വാ ദണ്ഡം തതപിന മുഞ്ചത്യാശാപിണ്ഡം. അംഗംഗളിതം ഫലിതം മുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം. അംഗംഗളിതം, ശരീരത്തിലെ അംഗങ്ങളെല്ലാം ചുക്കിച്ചുളിഞ്ഞ് ആ വൃദ്ധി എന്താ പറയുക, ക്ഷയത്തെ പ്രാപിച്ച് തലയൊക്കെ ഫലിതം മുണ്ടം ദശനവിഹീനം, പല്ലൊന്നുമില്ല, ജാതം തുണ്ടം, ഒരു മാംസം കീറി വിട്ട പോലെയുണ്ട്. ഗൃഹീത്വാ ദണ്ഡം, പിടിക്കാനൊരു വടിയുണ്ട്. വൃദ്ധോയാതി, വൃദ്ധൻ അങ്ങനെ നടന്നു പോകുന്നു. അന്വേഷിച്ചപ്പോഴോ മൂപ്പർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. തഥപി ഇങ്ങനെയൊക്കെ ആണെങ്കിലും ന മുഞ്ചതി ആശാപിണ്ഡം, ആഗ്രഹങ്ങളുടെ മാറാപ്പെന്ന് ഒഴിഞ്ഞിട്ടില്ല എന്ന് പറയാം. അപ്പം അതൊരു ചേരാത്ത ഒന്നാണ്. ഇത്രയും അനുഭവങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ എന്തു വേണം? അവിടെ ഒരു സ്വതസിദ്ധമായ സ്വാഭാവികമായ വിടുതലുണ്ട്. എല്ലാ ഉടമസ്ഥതാ ബോധത്തെയും കൈയൊഴിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയെ പ്രാപിക്കേണ്ടതുണ്ട്. അതിൽ നിന്നാണ് ശരീരത്തെ ഉപേക്ഷിക്കേണ്ടത് എന്ന് പറയും. സന്യാസം നമ്മുടെ പൂർത്തീകരണമാണ്, സനാതനധർമ്മത്തിൻ്റെ ആ സമ്പ്രദായ പ്രകാരം. മറ്റേ സന്യാസം നിങ്ങൾക്ക് ഒരു പ്രൊഫഷനായിട്ട് കാണാം, തീർച്ചയായിട്ടും. അത് സമാജത്തെ നിസ്വാർത്ഥമായി സേവിക്കുന്നു, അതൊക്കെ അതിലുണ്ട്. അതെല്ലാ പ്രൊഫഷനിലും ഉണ്ട്, എല്ലാവരും ചെയ്യാറ്. എത്രയോ ഡോക്ടേഴ്സ് ചെയ്യുന്നു. എല്ലാം കൂടെ കൂടുന്നതാണ് സമൂഹം. ചിലരങ്ങനെ കരുതാറുണ്ട്, ഇതാണ് ഭയങ്കര സംഭവമായിട്ടുള്ളത്, ബാക്കിയൊന്നുമല്ല എന്ന്. അങ്ങനെ അവിവേകം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നത് ആ സന്യാസം ഈ പറഞ്ഞ ബ്രഹ്മചര്യ ഗാർഹസ്ഥ്യ വാനപ്രസ്ഥ സന്യാസം എന്ന് പറയുന്നത് ഇവിടെ പറയുന്ന സന്യാസം തന്നെയാണ്. അതിൻ്റെ ഒരു ജീവിതചര്യയിലേക്ക് അതിനെ പ്രയോഗവത്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വേദത്തെ വ്യാസർ അങ്ങനെ പകുത്തത്. വേദത്തിനും ഈ 4 പിരിവുകളുണ്ട്. ആദ്യ ഭാഗത്തെ മന്ത്രം അഥവാ സംഹിത എന്ന് പറയും. അതാണ് ബ്രഹ്മചര്യത്തിൽ പരിശീലിക്കേണ്ടത്. രണ്ടാമത്തതാണ് ബ്രാഹ്മണം എന്ന് പറയുന്നത്. ബ്രാഹ്മണമാണ് ഗൃഹസ്ഥാശ്രമ ധർമ്മത്തെ സംബന്ധിക്കുന്നത്. ആരണ്യകമാണ് വാനപ്രസ്ഥം. ഉപനിഷത്താണ് സന്യാസം. അപ്പോൾ മന്ത്രം, സംഹിത, ആരണ്യകം. മന്ത്രം അഥവാ സംഹിത, അതാണ് ആദ്യ ഭാഗം. ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത്. അതാണ് കർമ്മകാന്ഡം, ജ്ഞാനകാന്ഡം എന്ന് പറയുന്നത്. ആദ്യത്തെ കർമ്മകാന്ഡം ബ്രഹ്മചര്യവും ഗൃഹസ്ഥാശ്രമവും ചേരുന്നതാണ് കർമ്മകാന്ഡം എന്ന് പറയുന്നത്. വാനപ്രസ്ഥവും സന്യാസവുമാണ് ജ്ഞാനകാന്ഡം, നിവൃത്തിയെ സൂചിപ്പിക്കുന്നത്. മറ്റേത് പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ആ നിവൃത്തി മാർഗത്തെ പറയുന്നതാണ്. അതിന് ലക്ഷണം പറയുക ഭഗവാൻ. കാമ്യാനാം കർമ്മണാന്യാസം സന്യാസം ഇതി കവയഃ വിദുഃ. കാമ്യകർമ്മങ്ങളുടെ ഉപേക്ഷയാണ് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥതാബോധം കയ്യൊഴിയലാണ്. ഇതിനെയാണ് ശങ്കര ഭഗവത്പാദർ ജ്ഞാനം സന്യാസ ലക്ഷണം എന്ന് പറഞ്ഞത്. നതു വസ്ത്രം നതു മുണ്ടനം. എന്താ ജ്ഞാനം? ഇതം ന മമ, ഇതെൻ്റേതല്ല. ഇതാണ് സത്യം. അപ്പോൾ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുന്നവനാണ് സന്യാസി. അപ്പം നിങ്ങളൊരു സന്യാസി ഇയാളൊരു സന്യാസിയാണ് എന്നൊരു നാമം പലർക്കും ചേരും. ചിലപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരിക്കും, അവൻ ചിലപ്പോൾ ഒരു നിരീശ്വരവാദിയായിരിക്കാം. പക്ഷേ ആളുടെ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അയാൾ സന്യാസിയാണോ എന്ന് ചോദിച്ചാൽ സന്യാസിയാണ്. എങ്ങനെ അയാൾ സന്യാസിയാവും? ഈ സന്യാസിമാരെയൊക്കെ തെറി വിളിക്കുന്ന ആളാണല്ലോ. അല്ലെങ്കിൽ അപ്പോൾ ഈ ഒരു സന്യാസത്തെ നമ്മൾ അറിയേണ്ടതുണ്ട്. ഈ അലങ്കാരങ്ങളെല്ലാം മാറ്റിയിട്ടുള്ളൊരു സന്യാസം, അതൊരു ഭാവമാണ്. അതിനെ നമ്മൾ പുൽകേണ്ടതാണ്, പ്രാപിക്കേണ്ടതാണ്. നമ്മുടെ ലക്ഷ്യമാണ്.
കാമ്യാനാം കർമ്മണാന്യാസം സന്യാസം. കാമ്യകർമ്മം എന്ന് പറഞ്ഞാൽ കർമ്മത്തിൻ്റെ ന്യാസമല്ല, കാമനയുടെ ന്യാസമാണ്. ഞാൻ എൻ്റേത് എന്നതിൻ്റെ ഉപേക്ഷയാണ്. അതിനെ സന്യാസി ഉപേക്ഷിക്കുന്നുള്ളൂ, മറ്റൊന്നും ഉപേക്ഷിക്കുന്നില്ല. സർവകർമ്മ ഫലത്യാഗം, എല്ലാ കർമ്മങ്ങളുടെയും ഫലത്തെ ഉപേക്ഷിക്കുന്നത് തന്നെയാണ് ത്യാഗ. ഒറ്റയടിക്ക് ഭഗവാൻ ഉത്തരം പറയാം. വെവ്വേറെ പറഞ്ഞു തരണമെന്നാണ് പറഞ്ഞത്. വെവ്വേറെ തന്നെ പറഞ്ഞു. കർമ്മങ്ങളുടെ ഫലത്തെ ഉപേക്ഷിക്കുന്നത് തന്നെ ത്യാഗം. രണ്ടും രണ്ടാണോ എന്ന് ചോദിച്ചാൽ രണ്ടും രണ്ടല്ല. ത്യാഗിയും സന്യാസിയും ഒന്ന് തന്നെ. സർവകർമ്മ ഫലത്യാഗം ത്യാഗം വിചക്ഷണ നന്നായി വിചിന്തനം ചെയ്ത വിദ്വാൻമാർ പ്രാഹുഹു പറയുന്നു. ഇങ്ങനെ അർജുനൻ്റെ ചോദ്യത്തിന് ഭഗവാൻ ഉത്തരം പറഞ്ഞു. തുടർന്ന് അനുബന്ധമായ കാര്യങ്ങളെ ഭഗവാൻ വിസ്തരിക്കുന്നു. നമുക്ക് നാളെ നോക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.